ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 24 hours വൈറ്റ് ഫുഡ് ഓൺലി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് 24 മണിക്കൂർ നമ്മൾ വെള്ള കളറുള്ള ഫുഡ് മാത്രം കഴിച്ചിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും നോക്കുകയാണ്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും വീട് കിട്ടും. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ 10:25 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അതിന് മുമ്പ് ഗൈസ് നമുക്ക് സാധനം കാണിച്ചു തരാം. നമ്മുടെ കണ്ടം ഗൈസ്, നമ്മളെ വീടെടുക്കുള്ള കണ്ടം തന്നെയാണ്. നമ്മൾ കണ്ടം വിട്ടൊരു കളിയില്ല, കണ്ടം മെയിൻ. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഷെഫ് സച്ച് ഇവിടെ ഉണ്ട്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. സച്ചു എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി വരുന്നത്? നമുക്ക് നോക്കാം, എന്ന് പറഞ്ഞ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ ഇഡ്ഡലി. ഓ മൈ സീൻ ഗൈസ്, ഇഡ്ഡലി. അടുത്ത് ഇഷ്ട് കറി. ഓക്കെ, വൈറ്റ് കറി ഇഷ്ട്. ഇങ്ങനെയുണ്ട് സീനല്ലേ? അതത്രേ ഉള്ളൂ. അടുത്തെന്താണ്? പുട്ട്. ഓ ഗൈസ് പുട്ട്. പിന്നെന്ത് വേണം ഗൈസ് നമുക്ക്? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? തള്ളി അങ്ങ് മറിയാം നമുക്ക്. സീൻ എനർജി കയറി അങ്ങ് പോകും. അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് തോന്നുന്നു. ഗൈസ് കസേരല്ലാതെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അതിന് തന്നെ നമുക്ക് ഇഡ്ഡലിയിൽ തുടങ്ങാം. ഇഡ്ഡലി എടുക്കാൻ വേണ്ടി പോവാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. അടുത്ത കറി, the biggest evergreen curry of this. Coefficient of linear expansion is the position of the hemoglobin in the atmosphere. സൂപ്പർ വല്ല ഇംഗ്ലീഷ് സ്വീഡിൻ്റെ സൗണ്ട് കേൾക്കും ഒന്നും അറിയില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യും. മൈക്കൊന്നും ഇല്ലാണ്ടായി എന്ത് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് കഴിച്ചിട്ട് അടുത്ത് നമ്മൾ പൊട്ടാണ് ഗൈസ്, തള്ളി മറക്കാൻ പോകുന്നത്. എനർജി ലെവൽ ഹൈ ലെവൽ പൊട്ടി നമ്മൾ എങ്ങനെ താഴെ വിധമാണ് തിന്നുന്നത്. ആദ്യം നമ്മൾ നടുക്കൂടെ എങ്ങനെ കയറണം, എന്നിട്ട് കാര്യം എന്നാ അറിയാം. ഇങ്ങോട്ട് കാണിച്ചു ക്യാമറ ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നടുവിൽ ഇങ്ങനെ വേർന്നു കൊടുക്കുക. അപ്പൊ അപ്പുറത്ത് പോലെ എന്നിട്ട് ഇങ്ങനെ കൂട്ടുക, എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇതാക്കുക, എന്നിട്ട് തിന്നുക. അപ്പൊ ഗൈസ് തിന്ന് തീരാനായിട്ടുണ്ട്. പക്ഷെ ഇഡ്ഡലി കുറെ ഉണ്ട്. ആ സീനില്ലേ കസേരല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ കൂടി. അങ്ങനെ പ്ലേറ്റ് കാലിയായി. ഈ ഇന്നത്തെ അങ്ങനെ വൈറ്റ് ഫുഡ് കഴിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഉച്ചയ്ക്ക് അപ്പൊ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ബോറടിച്ചിരിക്കുന്നു. കണ്ടോ ബേക്കും കളിക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ് നമ്മൾ ഗെയിമിംഗ് ചാനൽ തുടങ്ങിയായിരുന്നു. ആരൊക്കെ സോറി ഫ്രീ ഫയറിന്റെ ആരോ കാണുന്നു, ജസ്റ്റ് താഴെ കമന്റ് ചെയ്തേക്കാം. നമുക്ക് പൊളിക്കാം ഗൈസ്. നമ്മൾ ഫ്രീ ഫയർ കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യും സീനാണ്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കണം. അതായത് രാവിലത്തെ ഫുഡ് കഴിച്ചു ഉഷാറായി. മഴ വരുന്നുണ്ട്, നല്ല ലക്ഷറി ഫുഡ് ആയിട്ടോ. കിട്ടില്ല ലക്ഷറി ഫുഡ് ആയിരിക്കും. എന്തായാലും ഇവിടെ ചോറിന് കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ചോറ് തിന്നാൻ വന്നിരിക്കുകയാണ്. കുറച്ച് എങ്ങനെ കഴിച്ചത് ഇത് കണ്ടിക്കോ. ആടുന്ന് എടുത്ത് ഒരു സ്റ്റിക്കർ ഇട്ടി അതിനെ കൊണ്ട് കളിക്കും. ശരി നോക്കുക ഏതാ. അപ്പൊ ചോറ് നട സമയത്തായി നോക്കല്ലേ ചെന്ന് നോക്കല്ലോ. സമയം സൈഡില് 3:30. ഫുഡ് കഴിക്കും. വെള്ളം പോലെ വയ്ക്കുന്നത് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ചോറിന്റെ കാണാം. ഗൈസ് നിൽക്കുന്ന ഒരു സാധനം കാണിച്ചത് ഇത് കണ്ടിക്കോ. ഗൈസ് ഇന്നലെ ഞാൻ വെറുതെ ഇട്ടതാണ്. അതായത് അതല്ലേ പറയട്ടെന്ന്, അതല്ല അതല്ല പറയട്ടെന്ന്. അപ്പൊ ഗൈസ് ഇന്ന് വെള്ള കളർ ഫുഡ്, വെള്ള കളർ ഷർട്ട് എക്സ്പെക്റ്റഡ് ഗൈസ്. ഇതൊക്കെയാണ് എന്തെന്ന് അതിന് പറയാ. മറ്റേ എന്തതില്ലേ ഇല്ലുമിനാണ്ടിയോ ശകലകലാവല്ലഭൻ. വേറൊരു കാര്യം,
എന്നതാ ഇൻസ്റ്റാഗ്രാം പേജ് ആ വരാം. അപ്പൊ ഗൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ തുടങ്ങിയാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയി ചെക്ക് ചെയ്യാ. അപ്പൊ ഗൈസ് 1 ലക്ഷം ഫോളോവേഴ്സ്, ചെക്ക് ചെയ്ത് കിട്ടി 1 ലക്ഷം ഫോളോവേഴ്സ് അപ്പൊ വന്നാണ് നമുക്ക് ഗീവ് അവേ ഗിവ് അവേ ഗിഫ്റ്റും ഉണ്ടാവും. സോ ഗൈസ് ഫോളോ ചെയ്യൂ. ബാക്കി പിന്നെ അപ്പൊ ഗൈസ് ഇന്ന് ചോറുന്ന ക്രിഞ്ചായി പോയി. കാരണം കൊല്ലണം ക്രിഞ്ചായി പോയി. ഈ പട്ടിച്ചം കൂടി പോയി. ഒക്കെ നിർത്ത്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അപ്പൊ നമ്മുടെ കൈയേക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ സച്ചു ഉണ്ട്, ഷെഫ് സച്ചു. എന്താണ് സച്ചു ഇന്ന് വിഭവങ്ങൾ? എന്താണ് നമുക്ക് ഇന്ന് തിന്നാനുള്ളത്? എന്താണ് പറയൂ. ഒന്നുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ചോറും നമ്മള് ചോറ് തിന്നാൻ പോകുന്നു. അപ്പൊ നമുക്ക് നേരെ സച്ചുവിന്റെ സ്ഥലത്തേക്ക് ഇപ്പൊ എന്താ ചെറിയ ഫുഡൊക്കെയാണ് സച്ചു കാര്യത്തിൽ നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് ചോറുണ്ട്. ഓ അല്ല കിട്ടില്ല. വെള്ള കളറിലെ ചോറാണ് ഉണ്ടായത് ഇവിടെ. ഗൈസ് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ ഗൈസ്. നല്ല എന്താ പറയാ ചോറ് പിന്നെ ചമ്മന്തി ഇതെന്നവനെ ഉപ്പേരി. അപ്പൊ നമുക്ക് ഇതൊന്ന് തട്ടിയാലോ. ഹലോ ലച്ചു, എന്താണ് ഫുഡ് എങ്ങനെയുണ്ട് കഴിക്കാൻ? എങ്ങനെയാണ്? നമ്മൾ ചോറ് ഇങ്ങനെ എടുത്തിട്ട് ലേശം ചമ്മന്തി ഓക്കെ എന്തൊക്കെ പറയാനുണ്ട്. ഉപ്പേരി ഉണ്ട് ഇതുകൂടി ഇങ്ങനെ എന്നിട്ടിങ്ങനെ അടിപൊളി കിടിലം തന്നെ. ചോറങ്ങനെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ചോറ്? നല്ല ചോറ്. നിങ്ങൾ എന്താണ് ട്രൈ ചെയ്തത്? എന്തേ പറയാനുണ്ടോ? ഒന്നുമില്ല. പ്രമാദമായിരിക്ക. അതെ നമ്മള് 4 മണിക്ക് വേണ്ടി മാഗി വാങ്ങി. എന്തുകൊണ്ട്? അല്ല അതെന്താ അറിയോ, വേറൊന്നും അവിടെ വെള്ള കളറില്ല. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളറല്ലേ. അപ്പൊ അത് വെച്ചാണ്. അപ്പൊ നമ്മൾ വെള്ള കളർ നഷ്ടപ്പെടാണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നമുക്ക് നോക്കാം. നമ്മുടെ ഷെഫിലൊരു പേടിക്കാണ്. നമ്മുടെ ഷെഫ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കിട്ടില്ലെങ്കിലുള്ള സാധനം വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. വെള്ളം ഇപ്പൊ മാറിപ്പോയാലും നമുക്ക് ചാക്കാം. കിട്ടില്ലെങ്കിലുള്ള സാധനം ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും അധികം പറഞ്ഞ് ബോറടിപ്പിക്കാൻ നേരെ കുക്കിംഗ് അതന്നെ. നമ്മുടെ മാഗി ഉണ്ടാക്കൽ തയ്യാറെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതല്ലേ? ആ അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. എന്തോ എങ്ങനെ ഇതൊക്കെ വലിയ എന്തോ ഡയലോഗൊക്കെ ഇടുന്നുണ്ട്. അല്ല ഇതിപ്പോ എന്താക്കുമ്പോള് ഉപ്പിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കേസ് ഇത് ലോകത്ത് തന്നെ അറിഞ്ഞിരിക്കില്ലല്ലേ. ആദ്യം ഇരുമ്പളൊന്നും ആദ്യം. അതായത് മാഗി ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കുന്നത് മാത്രം. അതെങ്ങനെ അവനെ കഴിക്കുമ്പോള് വായും കൊണ്ട് കഴിക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അല്ലടാ വെള്ളപ്പൊടിയിട്ട് എന്തിട്ടാ നമുക്ക് അല്ലല്ല കായപ്പൊടിയാ സീൻ കിടിലാക്കാം നമുക്ക്. ഇടിയത് പാൽപ്പൊടി എടുത്തിട്ടാലോ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അതല്ല കഴിക്കാനാകും അത്. പടച്ചാൻ അറിയാം. നാളത്തേക്ക് കക്കൂസ് പോയി കുത്തിരിക്കലുണ്ടാ ഫുള്ള്. എന്തായാലും വെറുതെ പരീക്ഷ ആണല്ലേ. ചെയ്തു നോക്കാം നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. അങ്ങനെ സാധനം റെഡിയായി ഗൈസ്. നമുക്കിപ്പോ ഡേയ് ഷൊട്ടെ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇനി ഗൈസ് നമ്മുടെ വെള്ള ഫുഡ് റെഡി ആയിരിക്കുന്നു. എഗ്ഗരിയുണ്ട്. കൊള്ളാമോ? അത് കൊള്ളാം. ആ കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ പറ്റും. രസമൊക്കെ ഉണ്ട്. വിചാരിച്ചായിട്ട് അടിപൊളിയാണ്. A few moments later. ഇത് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വളരെ വേനാണ്. മോനെ അങ്ങോട്ട് എവിടെയും പോയിക്കാ. എങ്ങനെ ഉണ്ട് മോനെ? ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. ഇവൻ നേരെ പോയി മനസ്സിലില്ല. വയറ് വേദനയായിട്ട് പോനെ. നിങ്ങൾ നോക്കിയിട്ട് കണ്ട് ട്രൈ ചെയ്യുക. കാരണം ഇവന് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര വയറ് വേദന. എന്താ അറിയില്ല. സോ സാധനം ഓമ്പി ഗൈസ്. 6.5 hours later. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ കാശൊക്കെ മോനെ പൂരാക്കുരിട്ട് എന്തേ കാണുന്നുണ്ടോ? പക്ഷെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാഞ്ചന സിനിമയിലെ ഈ പാട്ട് ഓർമ്മയാണ്.
ഭക്ഷണം കഴിക്കണം guys. സീനാവൂലേ? പക്ഷെ നമ്മളെ ചെയ്യൂല ആദ്യമല്ല. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇനി എന്തേലും ഫുഡ് എല്ലാം കഴിക്കാം. പിട്ടോ എന്നാ കപ്പയോ എന്തായാലും അത് കഴിക്കാം. പിട്ടോ എന്താ കൂട് Let's go. കേറി വാ. അപ്പൊ guys, സമയം 9:15. നമ്മളങ്ങനെ ആയിട്ട് ഫുഡ് ഫുഡ് കാണുന്നില്ല കേട്ടോ. Guys, ഭയങ്കര വെളിച്ചായി കൊണ്ട് തീരെ കാണുന്നില്ല. എടാ വെളിച്ചത്തേക്ക് വെക്കടോ. വെളിച്ചം കൂടിപ്പോയി. ഗൈസ് കപ്പ ഗൈസ് കപ്പ ഇത് വെള്ള കപ്പയാണ് ഗൈസ്. ഇങ്ങനെ തിന്നാണിച്ചില്ല അപ്പ ഗൈസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മഴ തിന്നാ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം. സൂപ്പർ. നിങ്ങളൊക്കെ ഇങ്ങനെ തിന്നാല് ഞാൻ ഇങ്ങനെ തിന്നാ. കൈ കൊണ്ട് മോനെ സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അപ്പൊ നമുക്കിത് അപ്പൊ ഗൈസ് പിന്നെ പറയാനുള്ളത് നമ്മളിപ്പോ തിന്നു. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയാണ് കേട്ടോ. ഇങ്ങനെ ഗൈസ് ഇഷ്ടപ്പെട്ടോ? എന്റർടൈൻമെന്റ് വീഡിയോ ആണ്. നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് ഒപ്പം വെളിച്ചമാണ്. കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത്. എത്രയാണ്ട് ഒരു 2 മാസം ഉണ്ടാവും അല്ലേ? പക്ഷേ ലോങ് വീഡിയോ ഇടുന്നത്. സോ ഗൈസ് എങ്ങനെ എന്റർടൈൻമെന്റ് കോമഡി പോലത്തെ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. സോ ജസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. റെഡ് കളറോ എന്തെങ്കിലും ചലഞ്ച് ഉണ്ട്, എന്തെങ്കിലും ചലഞ്ചോ എന്തുണ്ട് താഴെ കമന്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ പീസ് ഔട്ട്, ബൈ.